ഒരുപാട് വികാരവായ്പോട് കൂടിയിട്ടാണ് ഈ സെമിനറിയുടെ പുനർനിർമ്മിക്കപ്പെട്ട ഈ ദേവാലയം ദൈവത്തിൻ്റെ മഹത്വത്തിനും സഭയുടെ നന്മയ്ക്കും നമ്മുടെ വൈദിക പരിശീലനത്തിനുമായിട്ട് നമ്മൾ പുനഃകുദാശ ചെയ്ത് സമർപ്പിക്കുന്നത്. നമ്മുടെ ദേവാലയ പ്രതിഷ്ഠയുടെ തിരുക്കർമ്മങ്ങൾ അതീവ മനോഹരമാണ്. പക്ഷെ അതിലേറ്റവും ഹൃദ്യമായിട്ടുള്ള ഒരു പ്രാർത്ഥന കൂദാശകർമ്മം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ചൊല്ലുന്ന മനോഹരമായിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള സങ്കീർത്തനമാണ് 131 സങ്കീർത്തനം. കർത്താവേ, നീ ദാവീദിനെ ഓർക്കണമേ. അദ്ദേഹം ചെയ്ത കഷ്ടപ്പാടുകളും കണ്ണുനീരും നീ മറക്കരുത്. അദ്ദേഹത്തെ ഓർക്കുന്നതിലെ, അദ്ദേഹത്തിൻ്റെ പാതകൾ തുടരുന്നതിലെ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഈ സെമിനാരി വളരെ മനോഹരമാണ്. എനിക്ക് തോന്നുന്നേ, പ്രത്യേകിച്ച് ഇതിൻ്റെ റെസ്റ്റോറേഷൻ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ നഷ്ടപ്പെട്ട പ്രതാപമെല്ലാം വീണ്ടെടുത്തിരിക്കുകയാണ്. ഇതിന് കാരണക്കാരായിട്ടുള്ള എല്ലാവരെയും ദൈവത്തിനു മുൻപിലെ ഞാൻ പ്രത്യേകം സഭയ്ക്ക് വേണ്ടി നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. പ്രിയപ്പെട്ട റെക്ടറച്ചൻ സെബാസ്റ്റ്യൻ പാലമൂട്ടിലച്ചൻ, വൈസ് റെക്ടറച്ചൻ വിൻസെന്റ് കുണ്ടുകുളച്ചൻ, പ്രൊക്രേറ്റർ സാമ്പത്തിക കാര്യങ്ങൾ നോക്കുന്ന കുര്യൻ മുക്കം മുഴിയിലച്ചൻ, ഇവിടെയുള്ള പ്രൊഫസർമാർ, എല്ലാവരെയും നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഈ പള്ളിയുടെ മനോഹാരിത ഈ പള്ളിയുടെ പുറത്ത് കാണുന്നതിനേക്കാൾ ഈ പള്ളിയുടെ അടിയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പാറമേൽ പണിത ഈ ഭവനം ധാരാളം നല്ല മനുഷ്യരുടെ കണ്ണുനീരും കഷ്ടപ്പാടുകളും കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ഭവനം, അവരെല്ലാം ഓർത്തവസാനിപ്പിക്കാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ടാണ് സങ്കീർത്തകനോടുകൂടെ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചത്, കർത്താവേ, ദാവീദിനെ ഓർക്കണമേ. അദ്ദേഹം ചെയ്ത കഷ്ടപ്പാടുകൾ കർത്താവേ, ഞങ്ങൾ നിലനിർത്തുന്നതിനെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ സ്ഥലം നമുക്ക് സ്വന്തമായിട്ട് തന്നത് സഭ കാശ് കൊടുത്ത് വാങ്ങിച്ചത് അല്ലെന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. തച്ചിൽ മാത്തൂത്തരകൻ, ഒരു അൽമായ പ്രമുഖൻ, അദ്ദേഹത്തോട് കരം ചേർത്ത് നമ്മുടെ പ്രിയപ്പെട്ട അൽമായരെ വൈദികര പരിശീലനത്തിന് ഏറ്റവും അനുയോജ്യമായൊരു സ്ഥലം കണ്ടെടുക്കാൻ നടത്തിയ ഒരു പരിശ്രമത്തിൻ്റെ ഫലമാണ് ഈ മംഗലപ്പുഴ, ഈ പരിശുദ്ധമായ പെരിയാറിൻ്റെ തീരത്തെ ഈ ഭൂമി. ഇതൊരു തീർത്ഥാടക ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സഭയുടെ വളർച്ചയ്ക്ക് കാരണക്കാരായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളെയും ഓർമ്മിക്കാനും ദാവീദിൻ്റെ ഓർമ്മയിലെ ഇസ്രായേൽക്കാരെ ആത്മഹർഷം കൊണ്ടതുപോലെ നമുക്ക് അഭിമാനം കൊള്ളാനും കാരണമാകട്ടെ. ഞാനൊരിക്കലേ സ്പെയിനിലെ നവാറയിൽ പോകാൻ ഇടയായി. നവാറ പ്രൊവിൻഷ്യൽ ഹൗസിലെ എന്നെ അവർ വളരെ ഹൃദ്യമായിട്ട് സ്വീകരിച്ചു. മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട OCD അച്ഛന്മാരുടെ ഓർമ്മകൾ ഞാൻ അവിടെ മനസ്സിൽ ഓർത്തു. അപ്പം അവിടെയുള്ള ഒരു പ്രായം ചെന്ന വൈദികൻ എന്നോട് പറഞ്ഞു, ഡിയർ ബിഷപ്പ്,
ഞങ്ങളുടെ സഭയിലെ പ്രോവിൻസിലെ ഏറ്റവും നല്ല വൈദികരും ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റും നടത്തിയിട്ടുള്ളത് കേരളത്തിലും പ്രത്യേകിച്ച് മംഗലപ്പുഴ കർമ്മൽഗിരി സെമിനാരികളിലുമാണ്. നമുക്കതൊരിക്കലും മറക്കാൻ കഴിയുകയില്ല. നമ്മുടെ സഭയ്ക്ക് ഓർമ്മകൾ ആഘോഷിക്കാൻ വൈദികരെ സൃഷ്ടിക്കുന്ന ഈ മംഗലപ്പുഴ സെമിനാരിക്ക് കാരണഭൂതരായിട്ടുള്ള എല്ലാവരെയും പേരുകളുടെ ലിസ്റ്റ് എടുക്കാൻ നമുക്ക് കഴിയില്ല. വിദേശീയരായിട്ടുള്ള വൈദികര് നാടും വീടും വിട്ടു വന്ന് ഈ നാടിനു വേണ്ടി കഷ്ടപ്പെട്ടവര്, ഇവിടെ തന്നെ ജോലി ചെയ്ത് സ്വർഗത്തിലെ സമ്പാദ്യം നേടുമെന്നുള്ള പ്രതീക്ഷയില് ഒന്നും നേടാതെ ദൈവത്തെ മഹത്വപ്പെടുത്തിയ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരെ എല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടെ ഇവിടെ ഓർമ്മിക്കുകയാണ്. നമ്മുടെ വൈദിക പരിശീലനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അത് വളരെ ഭാരതീയമായിരുന്നു. അത് ഗുരുകുല വിദ്യാഭ്യാസത്തോട് വളരെ സാധർമ്മ്യം പുലർത്തിയതായിരുന്നു. നമ്മളതിനെ വിളിക്കുന്ന പേരാണ് മൽപ്പാന്മാരുടെ കീഴിലുള്ള പ്രായോഗിക പരിശീലനം. എന്നാൽ ട്രെൻഡ് സൂനകദോസിന് ശേഷം ഇവിടെ വന്ന കർമ്മലീത്ത വൈദികർക്ക് മനസ്സിലായി ഇത് പോരാ. വരാപ്പുഴയിലും പുത്തൻപള്ളിയിലും ഒക്കെ നമ്മൾ കുറച്ചുകൂടെ ചിട്ടയായിട്ട് വൈദിക പരിശീലനം നടത്താൻ പരിശ്രമിച്ചുവെങ്കിലും അത് പോരെന്ന് തോന്നിയതുകൊണ്ട് ട്രെൻഡ് കൗൺസിലിന്റെ കാഴ്ചപ്പാടുകൾ സ്വന്തമാക്കിക്കൊണ്ടാണ് ആലുവ സെമിനാരി നമ്മുടെ ജനത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ച് അജപാലനപരമായിട്ടുള്ള വൈദിക പരിശീലനത്തെ പരിഗണിച്ച് പടുത്തുയർത്തിയത്. അതുകൊണ്ട് സങ്കീർത്തനം പറയുന്നത് വാസ്തവമാണ്. ദാവീദനെ കർത്താവേ നീ ഓർക്കണമേ, അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകളും കണ്ണുനീരുകളും കർത്താവേ നീ മറക്കരുത്. ഇവിടെ വൈദിക ശുശ്രൂഷ ചെയ്ത 2 കർമ്മലീത്ത വൈദികരെ വിശുദ്ധപദ പ്രഖ്യാപനത്തിന്റെ വഴിയിലാണ്. ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഔറേലിയനച്ചനും സക്രിയാസച്ചനും. ഇവിടെ നമ്മളുടെ മനസ്സിൽ ഓർമ്മയിൽ ഉള്ള ഒരു വ്യക്തിത്വം നമ്മൾ മറക്കുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. മൈക്കിൾ ആഞ്ചലച്ചൻ, ശൂരവീര പരാക്രമി. ഞങ്ങൾ റോമിയോ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് സ്വീകരിച്ച അദ്ദേഹമാണ്. അദ്ദേഹത്തിന് കേരളത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നെ അത്ഭുതപ്പെടുത്തി. ജോൺ ജോസഫ് അച്ഛൻ, അവരുടെയൊക്കെ സ്മരണകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ നവീകരിക്കപ്പെട്ട സെമിനാരിയുടെ ചാപ്പലിൻ്റെ ആകാര സൗഷ്ഠവത്തിനും ഇതിൻ്റെ മനോഹാരിതയ്ക്കൊക്കെ പിറകിലുള്ള ദാവീദിൻ്റെ ഓർമ്മകളാണ്. കർത്താവേ നീ ദാവീദിനെ ഓർക്കണമേ, അദ്ദേഹത്തിൻ്റെ കണ്ണുനീരും കഷ്ടപ്പാടുകളും നിങ്ങൾ മറക്കരുത്. ആദ്യമായിട്ട് ഒരു ദേവാലയം പടുത്തുയർത്താനായിട്ട് മോശ ആഗ്രഹിച്ച് ദൈവത്തിൻ്റെ കൂടാരം വയ്ക്കാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം വയ്ക്കാൻ മോശ ജനങ്ങളോട് അതിനുവേണ്ടി പറഞ്ഞത് 3 കാര്യങ്ങളാണ്. നിങ്ങളൊരു പേടകം നിർമ്മിക്കണം. ആ പേടകം നിർമ്മിക്കുന്നത് വെക്കാൻ നിങ്ങളൊരു കൃപാസനം ഉണ്ടാക്കണം. ആ കൃപാസനത്തിൻ്റെ ഉള്ളിൽ ഒരു സ്വർണ്ണപീഠത്തിലായിരിക്കണം പേടകം വെക്കേണ്ടത്. അർത്ഥവത്തായിട്ടുള്ള നിലപാടുകളാണിത്. സഭയെന്നും ഒരു നൗകയോടാണ് ഉപമിക്കുന്നത്. സഭ ജനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്ന കർത്താവിൻ്റെ ബോട്ടാണ്, വഞ്ചിയാണ്, നൗകയാണ്.
അതിൻ്റെ സ്വർണ്ണപീഠമെന്ന് പറയുന്നത് നമ്മുടെ അൾത്താരകളാണ്, നമ്മുടെ തിരുക്കർമാനുഷ്ഠാനങ്ങളാണ്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഒരുപാട് മേഖലകളുണ്ട്, പക്ഷെ നമുക്ക് തൊടാൻ അവകാശമില്ലാത്ത മേഖലകളുണ്ട്. തൊട്ടുപോകരുതെന്ന് ദൈവം ആഹ്വാനം ചെയ്യുന്ന മേഖലകളുണ്ട്. അങ്ങനെയുള്ള മേഖലകളിൽ പെട്ടതാണ് ആരാധനാക്രമമൊക്കെ. അത് ഓരോരുത്തർക്കും തോന്നിയതുപോലെ ചെയ്യാൻ അവകാശമുള്ളതല്ല. അത് സഭ നിശ്ചയിക്കുന്നത് പോലെ, സഭയുടെ നിയോഗം പോലെ. അതുകൊണ്ട് കർത്താവേ, നീ ദാവീദിനെ ഓർക്കണമേ. നിങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ട്, ദൈവത്തിൻ്റെ പീഠം വയ്ക്കാനായിട്ട് നിങ്ങളൊരു കൂടാരമുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയതുപോലെയല്ല. അതിൻ്റെ അളവും നീളവും അതിൻ്റെ ആകാരവും അതിൻ്റെ ആകൃതിയൊക്കെ ദൈവം നിശ്ചയിച്ചതുപോലെ ആയിരിക്കണമെന്ന് കൽപ്പിച്ച കർത്താവിൻ്റെ തുടർച്ചയാണ് സഭ. കൊറിന്തോസിലെ സഭയോട് പൗലോസ് അപ്പസ്തോലൻ പറയുന്ന മനോഹരമായിട്ടുള്ള രണ്ടാമത്തെ വായന എത്രയോ അർത്ഥവത്താണത്. ആ വായനയിൽ പറയുന്നതാണ്, നിങ്ങൾ ദൈവകൃപയോട് സഹകരിക്കുകയാണെങ്കിൽ നിങ്ങൾ പണിയുന്ന ദേവാലയം അത് മനോഹരമായിരിക്കും. ദൈവകൃപയോട് നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ. പൗരോഹിത്യം വൈദികന്റെ കഴിവിൻ്റെ കൂദാശയല്ല, ദൈവകൃപയുടെ കൂദാശയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ കൃത്യമായിട്ട് വൈദികർക്ക് തിരുപ്പട്ടം കൊടുക്കുന്ന വേളയിൽ നടത്തിയൊരു മനോഹരമായിട്ടുള്ള പ്രസംഗത്തിൽ പറഞ്ഞു, മറിയത്തോട് പറഞ്ഞത് ഇന്ന് ദൈവം തുടരുന്നു. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഇതെങ്ങനെ കഴിയുമെന്ന ചോദ്യത്തിന് മറിയം പരിഭ്രമചിത്തയായി ചോദിച്ചപ്പോൾ മലാഖ് പറഞ്ഞു, ഒന്നുമില്ല, ദൈവത്തിനൊന്നും അസാധ്യമല്ല. നമ്മൾ പ്രിയപ്പെട്ട വൈദികരെ പരിശീലനത്തിലെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വൈദിക പരിശീലനത്തിൻ്റെ പവർ ബാങ്കാണ് ഈ പള്ളി. നിങ്ങൾ എന്നൊക്കെയാണോ നഷ്ടധൈര്യരാകുന്നത്, എന്നൊക്കെയാണോ നിരാശരാകുന്നത്, എന്നൊക്കെയാണോ തളർന്നു പോകുന്നത്, അന്ന് നിങ്ങൾക്ക് ബലം നൽകാൻ ദൈവം കണ്ടെത്തിയ കൂടാരമാണ് ഈ സക്രാരി. ആ സക്രാരി ഇരിക്കുന്ന ഇടമാണ് ഈ പള്ളി. വിയാനി പുണ്യവാളനെ കുറിച്ച് യോഹന്നാൻ 23-ാമൻ മാർപ്പാപ്പ ഒരിക്കലും പറഞ്ഞു, സക്രാരിക്ക് മുമ്പിൽ കമിഴ്ന്നു വീണ് ഊർജം സംഭരിച്ച ഒരു പാവപ്പെട്ട വൈദികൻ, സക്രാരിക്ക് മുമ്പിൽ കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചുകൊണ്ട് ഊർജം പകർന്നെടുത്ത കർത്താവിൻ്റെ ഒരു പാവപ്പെട്ട പുരോഹിതൻ. ഞാൻ ചിലപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ സെമിനാരികളുടെ പരിശീലനത്തിൻ്റെ അക്കാഡമിക് ലാബ് ഇന്ന് വളരെ മനോഹരമാണ്. സമ്മീഷൻ, അതുപോലെ തന്നെ പ്രൊഫസേഴ്സ്, അക്കാഡമിക് കരിക്കുലം, ഇതെല്ലാം വളരെ മനോഹരമാണ്. ഈ അക്കാഡമിക് ലാബ് വിജയിക്കണമെങ്കിൽ ഈ തലയ്ക്കകത്തുള്ളത് ഹൃദയത്തിലൂടെയും കരങ്ങളിലൂടെയും അജപാലന ശുശ്രൂഷയിലൂടെ പുറത്തു വരുന്നതാണ്. ലൈഫ് ലാബ് ഇല്ലാത്ത ഒരു അക്കാഡമിക് ലാബ് കൊണ്ട് എന്താ പ്രയോജനം? പോവർട്ടിയെക്കുറിച്ച് എനിക്ക് ഒരു തീസിസ് എഴുതിയിട്ട് ഡോക്ടറേറ്റ് നേടാം. പക്ഷെ അസീസിയിലെ ഫ്രാൻസിസ് ആ ഡോക്ടറേറ്റിനെ അതിജീവിക്കുന്ന പോവർട്ടിയുടെ ഒരു ലിവിങ് എക്സാമ്പിളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പരിശീലനത്തിൻ്റെ പ്രായോഗികമായിട്ടുള്ള ഒരു പരിവർത്തനം, ഇൻഫർമേഷൻ ഷാൽ ബിക്കം ട്രാൻസ്ഫോർമേഷൻ. ഇവിടെ കൊടുക്കുന്ന തലയ്ക്കകത്ത് കുത്തിവെക്കുന്ന എല്ലാ അറിവുകളും ഹൃദയത്തിലും ജീവിതത്തിലും തിരിച്ചറിവായിട്ട് മാറുന്ന ഒരു നിലപാടിലേക്ക് വളരാൻ നമുക്ക് കഴിയട്ടെ.
കർത്താവ് ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നത് ഒരുപാട് ക്രോധത്തോടു കൂടിയിട്ടാണ്. അവിടെ നിന്ന് എല്ലാം തട്ടി താഴെയിട്ടു, എല്ലാം തട്ടി മറിച്ചു കളഞ്ഞു. കച്ചവടക്കാരെ അടിച്ചു പുറത്താക്കി. എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ദൈവത്തിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. നമ്മുടെ വൈദിക വൃത്തിയും സഭയുടെ ശുശ്രൂഷകളും ദേവാലയത്തിൻ്റെ തുടർച്ചകളാണ്. ദേവാലയത്തിൻ്റെ തുടർച്ചകളാണ്. പൗരോഹിത്യം ആരംഭിക്കുന്നത് അനുസരണത്തിൽ നിന്നാണ്. പൗരോഹിത്യം വളരുന്നത് ആത്മസമർപ്പണത്തിൽ നിന്നാണ്. ഇത് രണ്ടും ഒന്നിച്ച് നിർവഹിക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്ന ഒരു മാതൃകയാണ് മറിയം. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ നിർവഹിക്കട്ടെ. കുർബാന ചെല്ലുന്ന അച്ഛന്മാർ ഒരിക്കലും മറക്കാതെ ഓർക്കേണ്ട ഒരു വചനം യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിലുണ്ട്. മറിയം പറഞ്ഞ വാക്കുകളാണ്, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. നിനക്ക് തോന്നിയതുപോലെയല്ല, അവൻ എന്താണോ പറയുന്നത്. കനായിലെ കല്യാണ വിരുന്നിലെ നല്ല വീഞ്ഞ് വിളമ്പിയപ്പോൾ കലവറപ്രമാണി ചെറുക്കനോട് ചോദിച്ചൊരു ചോദ്യം, ഇത് എവിടെ നിന്ന്? ഇവിടെ മനോഹരമായിട്ടുള്ളൊരു മറുപടി ഉണ്ട്, വെള്ളം കോരിയ പരിചാരകർക്കല്ലാതെ മറ്റാർക്കും. ഈ വെള്ളം കോരി ഭരണികൾ നിറച്ച പരിചാരകരുടെ ദൗത്യമാണ് നമുക്കുള്ളത്. നമ്മുടെ ദൗത്യം അതാണ്. വെള്ളം കോരി ഭരണികൾ നിറച്ച, വക്കുവോളം നിറച്ച പരിചാരകരെ. സഭയുടെ അഭിവൃദ്ധി, സഭയുടെ വളർച്ച, സഭയുടെ ദൗത്യബോധം അത് കൂടുതലും ജനങ്ങൾക്ക് നമ്മൾ അവൈലബിൾ ആകുമ്പോഴാണ്. വെള്ളം കോരി നിറയ്ക്കുന്ന പരിചാരകരെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കർത്താവ് നമുക്ക് നൽകിയ കൽപ്പന നമ്മൾ മറക്കരുത്. നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോയി സർവ മനുഷ്യരോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഇന്ന് കേരള സഭ, സിറോ മലബാർ സഭ മറക്കാതെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതു വളരാൻ നമ്മൾ അനുവദിക്കരുത്. ഈ വെള്ളം പ്രേക്ഷിത മേഖലകളിലേക്ക് തിരിച്ചുവിടണം. ഞാൻ ഈ ആലുവ സെമിനാരിയിൽ എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു കാര്യമുണ്ട്. അന്നത്തെ മിഷണറിമാർ എത്ര ദൂരക്കാഴ്ചയുള്ളവരായിരുന്നു. ഇവിടെ നിന്ന് ആദ്യം തുടങ്ങിയ പ്രസിദ്ധീകരണം പ്രേക്ഷിത കേരളമായിരുന്നു. പ്രേക്ഷിത കേരളം എന്ന പേരിൽ നിങ്ങൾ തുടങ്ങിയ ഒരു ശുശ്രൂഷ, ആ ശുശ്രൂഷ എത്ര മനോഹരമായിട്ട് കേരളത്തെ കുത്തിമറച്ചു. എത്രയോ കുഞ്ഞുങ്ങൾക്ക് വൈദിക വൃത്തിയിലേക്ക് ആകർഷണവും സമർപ്പണ ജീവിതത്തിലേക്ക് ആകർഷണവും കൊടുത്തു. അതുകൊണ്ട് ഈ ദേവാലയത്തിൻ്റെ മനോഹാരിത ഈ പള്ളിക്ക് കെട്ടിടത്തിൻ്റെ ഭംഗിയിലല്ല, അടിത്തറയിലാണ്. നമുക്കതിലേക്ക് വളരാൻ പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും ഈ സെമിനാരിയുടെ ഏറ്റവും വലിയ കാവല് ഞാൻ ഈ അൾത്താരയുടെ മുകളിലുള്ള രൂപത്തെ ഇപ്പോഴും നോക്കാറുണ്ട്, മാർ യോസേപ്പ് പിതാവുമാണ്. ഒരുപക്ഷെ ഈ സെമിനാരിക്ക് മാർ യോസേപ്പ് പിതാവിൻ്റെ പേര് കൊടുത്തത് നമ്മുടെ ബ്രഹ്മചര്യം എത്ര വിലപ്പെട്ടതാണെന്നും നമ്മുടെ വിനയാന്വിതമായ അനുഗമനം എത്ര പരമപ്രാധാന്യമാണെന്ന് അറിയിക്കാനും വേണ്ടിയിട്ടാണ്. Priesthood is not a domination, it is an accompaniment. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.